ശ്രീ കെവിൻ പീറ്റർ, മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു. 41 പേരെ മാത്രമാണ് തിരികെ കിട്ടിയത്. ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാക്കണം. യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണം. ഇങ്ങനെയൊക്കെയാണ് PC ജോർജ് പറഞ്ഞത്. ആ പ്രസംഗം ഞാനും ഇന്ന് കണ്ടതാണ്. 1-2 തവണ അത് സാഗൂതം അത് കേട്ടതാണ്. അപ്പോൾ അതിലൊന്നും ഒരു മതത്തെ ഇവരുദ്ദേശിക്കുന്ന ആ മതത്തിനെതിരെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ചില സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, PC ജോർജിനെ പോലെ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ് ചില കണക്കുകൾ അവതരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതിന് പകരം PC ജോർജിനെ വീണ്ടും പിടിച്ച് ജയിലിലാക്കണം എന്ന് ഈ നേരത്തെ പറഞ്ഞ സംഘടനകൾ SDPI, അതുപോലെ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, അങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് നടക്കുന്നവർ, അതിനൊത്ത് പോലീസ് തുള്ളണമോ അതോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഭീകരമായിട്ടുള്ള ചില വസ്തുതകൾ അവതരിപ്പിക്കുന്നു? ഇതൊന്നും ഒരുപക്ഷെ പോലീസിൻ്റെ പക്കൽ തെളിവുകൾ ഉണ്ടാവില്ല. പക്ഷേ ഇടവകകൾക്ക് കൃത്യമായിട്ട് കണക്കുകൾ ഉണ്ടാവും. കാരണം ഇത്തരം അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നവരാണ് പോലീസ്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ പോലീസ് നേരത്തെ തന്നെ ഒരു മുൻ DGP തന്നെ പറഞ്ഞാണ് ഇവിടെ ലവ് ജിഹാദ് ഇല്ല. ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു കൊറി വന്ന സമയത്ത്, ഒരു ചോദ്യം ഉന്നയിച്ച സമയത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റിസ് KT ശങ്കരൻ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു, ഇവിടുത്തെ DGP അന്ന് മറുപടി കൊടുത്തത് ലവ് ജിഹാദ് ഇല്ല എന്നതാണ്. പക്ഷേ ഇതിൻ്റെ മറവിൽ ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ കണക്കുകൾ അത് പെരുപ്പിച്ച് കാട്ടിയതാണ് എന്ന് പറഞ്ഞുള്ള വിമർശനവും ഉയർന്നിട്ടുണ്ട്. പൊതുവിൽ എങ്ങനെയാണ് താങ്കൾ ഈ പരാമർശത്തെ, PC ജോർജിൻ്റെ ഈ പരാമർശത്തെ നോക്കി കാണുന്നത്? ഈ നമ്മുടെ കരിപ്പൂര്, നമ്മുടെ കൊച്ചി സിയാൽ എയർപോർട്ട്, ഈ 2 വിമാനത്താവളങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗം ആണും പെണ്ണും മലദ്വാരത്തിൽ സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിനെ പൊതുസമൂഹം, ഈ ലവ് ജിഹാദ് പോലെ പൊതുസമൂഹം സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ഓമന പേരിട്ട് വിളിക്കുന്നുണ്ട്. ഞാനത് പബ്ലിക്കായിട്ട് പറയണം. മലദ്വാർ ഗോൾഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇപ്പോ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോടോ അല്ലെ പോലീസിനോടോ അല്ലെങ്കിൽ വിവരാവകാശ പ്രകാരമോ മലദ്വാർ ഗോൾഡിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ മലദ്വാർ ഗോൾഡിൽ കേസില്ല എന്നേ പറയും. അതേസമയം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തുന്ന കേസുകൾ, സ്വർണ്ണക്കള്ളക്കടത്ത് എത്ര എണ്ണം കരിപ്പൂരും കൊച്ചിയിലും പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും. എന്ന് പറഞ്ഞതുപോലെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന പദം. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ടേം ഇന്ത്യൻ പീനൽ കോഡിലോ ഇപ്പൊ പുതിയതായിട്ടുണ്ടായ ഭാരത് ന്യായ സംഹിതയിലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനോട് രേഖാമൂലം ഏതൊരു കാര്യം, അത് ലോക്സഭയിൽ എഴുന്നേറ്റ് എന്ന് ചോദിച്ചാലും വിവരാവകാശ പ്രകാരം കൊടുത്താലും എന്ത് ചോദിച്ചാലും ആ ഒരു ഇതിൽ കേസ് ഇല്ല എന്നേ പറയുള്ളൂ. ഈ പറയുന്ന ഇപ്പൊ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ച ജസ്റ്റിസ് KT ശങ്കരന്റെ ആ 2 യുവാക്കളുടെ ബെയിൽ തള്ളിക്കൊണ്ടുള്ള വിധിന്യായത്തിന്റെ 17ാമത്തെ പേജിലാണ് അദ്ദേഹം റോമിയോ ജിഹാദ് ഓർ ലവ് ജിഹാദ് എന്നതിനെ കുറിച്ച് പറയുന്നത്. അതിൽ അദ്ദേഹം കൊടുത്ത ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇവിടുത്തെ കേരള പോലീസ് കൊടുത്തത്, അങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നില്ല, ഇല്ല, അറിയില്ല, പറയാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ മാത്രമാണ് എന്ന് കൊടുത്തതെന്ന് ആ 17ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഞങ്ങളുടെ സമുദായത്തിലെ ചില ആളുകൾ, മതേതര ആയിട്ടുള്ള ചില ആളുകൾ കയ്യടിക്ക് വേണ്ടിയിട്ട് ജിഹാദ് എന്ന് പറയുന്ന ചില പുണ്യപ്രവൃത്തിയാണ്, അത് മുസ്ലിങ്ങളുടെ പുണ്യമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പച്ചക്കള്ളമാണ്, അത് അവരുടെ വിവരമില്ലായ്മയാണ്. ജിഹാദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദേഹം കൊണ്ടും ധനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അമുസ്ലിങ്ങളെ മുസ്ലിം ആക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോ മുസ്ലിം ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രണയം ഉപയോഗിക്കുന്നതിനെ പ്രണയം അല്ലെങ്കിൽ പ്രണയ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നു. മയക്കുമരുന്നിലൂടെ അടിമപ്പെടുത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നു. കേസ് കൊടുത്ത് ആൾക്കാരെ കുരുക്കുകളിലാക്കിയിട്ട് കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാറ്റിത്തരാമെന്നുള്ള മൈക്കൽ ജാക്സനൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ അതിനെ കൊണ്ടുവരുന്ന ലീഗൽ ജിഹാദ് എന്ന് പറയുന്നു. അപ്പൊ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഈ ജിഹാദുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം പ്രവണതകൾ ഇവിടെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചോ പള്ളിയിൽ പറയാൻ പാടില്ല, തിരുനാളിന്റെ പ്രസംഗങ്ങളിൽ പറയാൻ പാടില്ല. നമ്മൾ പാലാ ബിഷപ്പിന്റെ പിതാവിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഇതുപോലെ തന്നെ ഒരു മയക്കുമരുന്നിനെതിരെ
ഉള്ള ഒരു ബോധവൽക്കരണ പരിപാടി എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ഉള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും കുട്ടികളും എല്ലാം അടങ്ങിയ ഒരു സദസ്സിനെ 7 മിനിറ്റുള്ള അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം പോലും ഉടനെ അത് വിവാദമാക്കുകയാണ്. കാരണം PC ജോർജിനെ വായ അടപ്പിച്ചു വെക്കും. ഇവര് കരുതിയത് ഈ ഒരു കേസോടുകൂടി, മറ്റേ ഒരു കേസോടുകൂടി PC ജോർജ് അങ്ങ് അടങ്ങുമെന്നാണ്. അപ്പൊ PC ജോർജ് വീണ്ടും പറഞ്ഞു, മറ്റൊരു കാര്യം പറഞ്ഞു, ഈരാറ്റുപേട്ടയിൽ നിന്ന് പിടികൂടപ്പെട്ട ജലാറ്റിൻ സ്റ്റിക്കുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ചർച്ച വഴിമാറണം. PC ജോർജിനെ വീണ്ടും നിശബ്ദനാക്കണം. PC ജോർജിനെ വായ അടപ്പിച്ചു കഴിഞ്ഞാൽ മറ്റു ചിലർക്കും വായ തുറക്കാൻ ഭയമുണ്ടാവും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇവർക്ക് ഇവിടെ പള്ളികളിൽ പറയാൻ പാടില്ല. ഞങ്ങളൊരു ബോധവൽക്കരണ ക്ലാസ് ഇവിടെ വയനാട്ടിൽ നടത്തിയപ്പോൾ ആ നടത്തിയ കന്യാസ്ത്രീകൾക്കെതിരെ കേസ് കൊടുത്തു SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അപ്പോ സ്വകാര്യമായിട്ട് സ്വകാര്യ ക്രിസ്ത്യാനികളുടെ സ്വകാര്യ കെട്ടിടങ്ങൾക്കുള്ളിൽ ക്രിസ്ത്യൻ കുട്ടികൾക്ക് മുന്നിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കാൻ പാടില്ല. ക്രിസ്ത്യാനികളുടെ പള്ളിയുടെ അകത്ത് ഒരു തിരുനാൾ മത്തിയെ മതമേലധ്യക്ഷന് ഒരു പ്രസംഗത്തിലൂടെ കാര്യം മക്കളെ സൂചിപ്പിക്കാൻ പാടില്ല. അതേസമയം ഇവരുടെ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത്? അന്യമത വിരോധവും വിദ്വേഷവും അല്ലേ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നത്? അല്ലെ? ഇവിടുത്തെ ഖുറാനിലെ പദങ്ങളോ അല്ലെങ്കിൽ അതൊന്നും നീക്കം ചെയ്തിട്ടല്ലല്ലോ ഇവിടെ പഠിപ്പിക്കുന്നത്. യഹൂദനെയും ക്രിസ്ത്യാനിയെയും സുഹൃത്തുക്കളാക്കരുത്, അവരെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം, എതിരെ വരുന്നവനെ തള്ളി മാറ്റിയിട്ട് മുന്നോട്ട് പോകണം, യഹൂദനെയും ക്രിസ്ത്യാനിയെയും ഇല്ലാതാക്കിയാൽ അല്ലാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. ഇതുപോലുള്ള ആയത്തുകളല്ല ഖുർആൻ വചനങ്ങളെല്ലാം ഇവർ പഠിപ്പിക്കുന്ന മദ്രസ പുസ്തകത്തിനകത്തുണ്ടല്ലോ. അപ്പൊ ഇവരുടെ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഇവർക്ക് എന്ത് അന്യമത വിരോധം വേണമെങ്കിലും പഠിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഉസ്താദിന്റെ ഒരു സംഭാഷണം കേട്ടു. ഇവരുടെ ഒരു പ്രവാചകനായിട്ട് കാണുന്ന മുഹമ്മദ് മരിക്കാൻ കിടക്കുമ്പോഴും പറയുന്നത് ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ഒരു കാരണവശാലും അടുപ്പിക്കരുതെന്ന് മരിക്കാൻ പോകുന്നതിന് മുമ്പും പറയുന്നതായിട്ട് ഉസ്താദ് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇവരുടെ പ്രഭാഷണങ്ങളിൽ, ചടങ്ങുകളിൽ എല്ലാ ദിവസവും പിള്ളേരെയും മദ്രസകളിൽ ഈ അന്യമത വിദ്വേഷം പഠിപ്പിക്കാം. അല്ലെ? മലയാളത്തിൽ 5 നേരം ബാങ്ക് വിളിക്കുവോ? മലയാളത്തിൽ ഇവർക്ക് ഒന്ന് ധൈര്യമുണ്ടോ ഇവർക്ക് മലയാളത്തിൽ വിളിക്കാനായിട്ട്? ഇവർ മലയാള പരിഭാഷ ഖുറാനിൽ ഇറക്കിയിട്ടുണ്ടല്ലോ. അല്ലെ? ഇവർക്ക് 5 നേരം ഒന്ന് മലയാളത്തിൽ ബാങ്ക് വിളിക്കാം. ഇവിടെ മലയാളികളല്ലേ ഉള്ളത്, മുസ്ലിങ്ങൾ മലയാളികളല്ലേ, ഒന്ന് വിളിക്കട്ടെ, അതിന്റെ അർത്ഥം എന്താണെന്ന്. അപ്പൊ ഇതൊക്കെ ഇവർക്കാകാം, മറ്റുള്ളവർക്ക് കഴിയുന്ന MK ഫൈസി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, ആ വീഡിയോ ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നത് കേട്ടില്ലേ, ഈ വിഭാഗത്തിൻ്റെ ഇവരുടെ ഔദാര്യം ഇല്ലാതെ ഭാരതത്തിന് സമാധാനപരമായി മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ ആരാണ് ഭയക്കേണ്ടത് എന്നൊക്കെ തുറന്നു പറഞ്ഞ MK ഫൈസിക്കെതിരെ ഒരിടത്തും ഒരു കേസെടുത്തതായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു എക്സ് മുസ്ലിം എന്ന് ലേബലിൽ നടക്കുന്നത്, ഇപ്പം ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിം ആണെന്ന് ഞാനൊരു 90% വിശ്വസിച്ചിട്ടുള്ള കാര്യം പറയാം. അപ്പൊ അല്ലാതെ എക്സ് മുസ്ലിം ലേബലിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്താണെന്ന് അറിയാം, എല്ലാ മതങ്ങളെയും വിമർശിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഒരാൾക്കെതിരെ, അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്കെതിരെ ഞാൻ ഇവിടെ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ, കൊച്ചി പോലീസ് സ്റ്റേഷൻ, എറണാകുളം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്ത് ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. എന്റെ മൊഴിയെ വരെ എടുത്തതാണ്, അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു വിഭാഗത്തിനെതിരെ കേസ് കൊടുത്താൽ ഇവിടെ ഇല്ല, കേസ് എടുക്കില്ല. മീഡിയ 1 2 സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാനായിട്ട് പാലാ ബിഷപ്പ് ഹൗസ് ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞുവെന്നും ക്ഷേത്രസമിതിക്കാർ ആ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചുവെന്നും ഒരു വ്യാജ വാർത്തയാണ് മീഡിയ 1 റിപ്പോർട്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ 1 റിപ്പോർട്ട് ചെയ്തത്. അല്ലെ? അതിന് ഉടൻ തന്നെ ഞങ്ങൾ അതിന്റെ സത്യാവസ്ഥ വിവരിച്ചുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ 2 ഭാഗത്തും വാഗ്വാദങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് മനഃപൂർവ്വം കരുതിക്കൂട്ടി കലാപശ്രമമാണ്. പാലായിൽ മാഗി ഡൊമിനിക് എന്ന് പറയുന്ന കാസയുടെ ഒരു പ്രതിനിധി പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ ഇതാണ് ഇവിടെ ഉള്ള അവസ്ഥ. പിന്നെ കണക്കുകളുടെ കാര്യം, ഇവിടെ ഇപ്പം KCBCയുടെ ജാഗ്രതാ കമ്മീഷൻ 2000 ഇതുപോലെ പെൺമക്കൾ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടതുകൊണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് 2009 ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട്, മാതാപിതാക്കളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് ലഘുലേഖ പ്രിന്റ് ചെയ്തിറക്കി. ആ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പ്രകാരം അതിനകത്ത് പറയുന്നത് 2005 മുതൽ 2009 വരെ 4 വർഷക്കാലം 4000-ലധികം പെൺകുട്ടികളാണ് കത്തോലിക്ക പെൺകുട്ടികൾ മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് കൃത്യമായ കണക്കുകൾ ഓരോ ജില്ല തിരിച്ചു പറയുന്നത്. തിരുവനന്തപുരത്ത് 216, കൊല്ലത്ത് 98, ആലപ്പുഴയിൽ 78, ഇടുക്കിയിൽ 156, കോട്ടയം 126, എറണാകുളം 228, തൃശൂർ 102, പാലക്കാട് 112, മലപ്പുറം 412, കോഴിക്കോട് 364, കണ്ണൂർ 312, കാസർഗോഡ് 566 കേസുകൾ. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതിയാണ് കത്തോലിക്ക സഭയുടെ കീഴിലുള്ള KCBC ജാഗ്രതാ സമിതി. അവർക്ക് പുറത്തുവിട്ട കണക്കുകളാണ് ഇത്. 15 വർഷങ്ങൾക്ക് മുൻപാണ്. ഈ 15 വർഷങ്ങൾക്കിടയിൽ എന്തുമാത്രം കേസുകളാണ് കൂടിയിട്ടുള്ളത്? PC ജോർജ് പറഞ്ഞ 400 ഒന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ ആ താലൂക്കിൽ ഉണ്ടാകും.
കോട്ടയത്തെ കണക്കുകൾ പറയുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് കോട്ടയം പറയുന്നുള്ളൂ 126 4 വർഷത്തെ കണക്കാണ്, 15 വർഷങ്ങൾക്ക് മുൻപ്. ഇന്നും കോട്ടയത്ത് നിന്ന് ലവ് ജിഹാദ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ യാഥാർത്ഥ്യമാണ്. പി സി ജോർജ് പറഞ്ഞത് തെറ്റല്ല. പിന്നെ ഇവിടുത്തെ ഈ കണക്കുകൾ ആരെയാണ് കൊടുക്കേണ്ടത്? 10-15 വർഷമായി രണ്ട് പ്രബല സമുദായമായ ഹൈന്ദവ സമുദായവും ക്രിസ്ത്യൻ സമുദായം പറയുന്നു തങ്ങളുടെ മക്കളെ ആസൂത്രിതമായ പ്രണയത്തിന്റെ കെണിയിൽ പെടുത്തി. ഇവിടെ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ സർക്കാർ? ഒരു ഏജൻസി വെച്ച് പഠിക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും 2 DGPമാർ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ബുക്ക് ഓഫ് ജിഹാദ് എന്ന് പറയുന്ന ബുക്ക് 3 വർഷമായിട്ട് 3 അംഗ സമിതി പഠിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് പോലും പുറത്തുവിടാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതാണ് കേരളത്തിലെ യുവാക്കളെ തീവ്രവാദത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ജിഹാദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്റെ ആദ്യത്തെ അധ്യായത്തിൽ 10ാമത്തെ പേജിൽ. അപ്പം ഇത് ഇവിടെ ഉണ്ട്. അപ്പം ഈ കണക്കുകൾ പി സി ജോർജ് പറയുന്നത് സത്യം തന്നെയാണ്. അതിൽ 400-ലധികം വർദ്ധിക്കുവാനേ സാധ്യതയുള്ളൂ. പക്ഷെ ഇത് പുറത്തു വരാൻ പറ്റില്ല. ഇപ്പൊ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഇന്ന ഓരോ മക്കൾ നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുന്ന ആളുകളുടെ അഡ്രസ്സും ഡീറ്റെയിലും കൊണ്ട് തരണോ, അവരുടെ ചാനൽ ഫ്ലോറിൽ കൊണ്ടുവന്നിട്ട് ഇവർക്ക് പിച്ചു ചിന്താനും ഇവർക്ക് അവഹേളിക്കുവാൻ വേണ്ടി വിട്ടുതരണോ? അതിന്റെ ആവശ്യമില്ല, അവർ തയ്യാറല്ല. അപ്പോ പുറത്തു പറയാൻ താല്പര്യമില്ലാതെ അത് മറക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി ചെല്ലാത്ത കേസുകളുണ്ട്. ബന്ധുക്കളോടും അയൽക്കാരോടും കൂട്ടുകാരോടും എല്ലാം മകൾ വിദേശത്താണ് അല്ലെങ്കിൽ മകൾ ഉത്തരേന്ത്യയിലാണ് എന്ന് പറയപ്പെട്ട കേസുകളുണ്ട്. വീട് സ്ഥലം വിട്ടിട്ട് പോയ കേസുകളുണ്ട്. പോയി ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. 1000-ൽ 1 ബിന്ദു സമ്പത്ത്, മകൾക്ക് വേണ്ടി പോരാടിയ ബിന്ദു സമ്പത്ത് എന്ന് പറയുന്ന തിരുവനന്തപുരംകാരി. വൈക്കത്തുള്ള അഖിലയുടെ അച്ഛൻ അശോകൻ. ഇതുപോലെ വളരെ ചില ആളുകൾ മാത്രം പുറത്തേക്ക് വരും. പക്ഷെ ഈ കണക്കുകളൊന്നും പരസ്യമായ രംഗത്ത് വരാൻ പറ്റില്ലല്ലോ, സാധിക്കില്ല. അപ്പം ഇതുപോലുള്ള കൃത്യമായ കണക്കുകൾ കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ട്. അത് മയക്കുമരുന്നിന്റെ ആണെങ്കിൽ റീ അഡിക്ഷൻ സെന്ററിൽ വരുന്നവരുടെ ഡേറ്റകളുണ്ട്, അവരുടെ കൗൺസിലിംഗിന്റെ റിപ്പോർട്ടുകളുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കണക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയകാരം വന്നൊന്ന് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴോ അങ്ങോട്ട് എടുത്ത് വീശേണ്ട കാര്യമൊന്നുമില്ല. അത് അതിന്റെ ബന്ധപ്പെട്ട ഏജൻസികൾ ചോദിക്കട്ടെ, അതിനുവേണ്ടി ഒരു കമ്മീഷനെ വെക്കട്ടെ, അതിനെക്കുറിച്ച് പഠിക്കട്ടെ, അവർക്ക് അതിന്റെ കണക്കുകൾ കൊടുത്താൽ പോരെ. അപ്പോൾ ഇത് കണക്കുകളുടെ പ്രശ്നങ്ങളൊന്നും അല്ല, ഇത് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. കാര്യം ഇവരിതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ തന്നെ ഇത്തരക്കാർക്ക് എല്ലാവിധ സഹായവുമാണ് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ കോവിഡിന്റെ സമയത്ത് നേരിട്ട് രജിസ്ട്രാർക്ക് മുന്നിൽ ഹാജരാകാതിരിക്കാൻ അന്ന് ഒരു ഇളവ് കൊടുത്തു, ഓൺലൈനിലൂടെ ഹാജരായാൽ മതി എന്നത്. ഇപ്പോൾ പുതിയ സർക്കുലർ പ്രകാരം രജിസ്റ്റർ മാരേജ് നടത്തണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരണമെന്നില്ല, അതിന് സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നു. അതായത് ദൂരത്തിരുന്ന് രജിസ്ട്രേഷൻ നടക്കുമ്പോൾ മാതാപിതാക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളോ അറിയാതിരിക്കാനായിട്ട് അപ്രഖ്യാപിതമായ സർക്കുലർ മുഖാന്തരം കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് ഇതിന്റെ രജിസ്ട്രേഷന്റെ നോട്ടീസുകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഭരണകൂടം ഈ ഒരു സമുദായത്തിന് ഒരു വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മതമൗലികവാദികൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ ആരെങ്കിലും ഒക്കെ ശബ്ദിക്കും. അതിന് ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് പി സി ജോർജ്. അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് കണക്കുകൾ ചിലപ്പോൾ 400-ലില്ല, ചിലപ്പോൾ അത് 800 ആവാനേ സാധ്യതയുള്ളൂ. അത് കുറയില്ല ഒരിക്കലും, അത് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഇത്തരം കണക്കുകൾക്ക് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ എല്ലാ പാർട്ടിയിലും കയറി കൂടിയിട്ടുണ്ടെന്നതാണ് പി സി ജോർജിനെതിരെ വന്നിരിക്കുന്ന പരാതി ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് പരാതി കൊടുക്കുന്നത്? യൂത്ത് കോൺഗ്രസിന് എന്താണ് ഇതിനകത്ത് താല്പര്യം? അപ്പോൾ യൂത്ത് കോൺഗ്രസിൽ എത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ. യൂത്ത് ലീഗിലും എത്തിയിട്ടുണ്ട്, SDP യിലും ഉണ്ട്. അപ്പോൾ ഇതിനെ ശക്തമായിട്ട് പി സി ജോർജിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയവും ജാതിയും മതവും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുക എന്നുള്ളതാണ് കുടുംബങ്ങളോടും സമൂഹത്തോടും ഒരു കടപ്പാടുള്ളവർ ചെയ്യേണ്ടത്.